ഹായ് ഓൾ, കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതേ 2 ചട്ടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രകടനമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ പുതിയ 2 ചട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പം വിചാരിച്ചു ഈ ചട്ടിയെ നമുക്കങ്ങ് മയക്കിയെടുക്കാമെന്ന്. എന്താ മയക്കിയെടുക്കുകയെന്ന് വെച്ചാൽ ചട്ടി നല്ല സ്ട്രോങ് ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നതിനെയാണ് മയക്കിയെടുക്കുക എന്ന് പറയുന്നത്. അതേസമയം പുറം നാടുകളിലുള്ളവർ അങ്ങനെയൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, അവരങ്ങനെ തന്നെ ഉപയോഗിക്കും. പറ്റുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം. പിന്നെ പുറം നാടുകളിലുള്ളവർക്കും ചെയ്യാം, കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കാം, എണ്ണ തേച്ച് വയ്ക്കാം, മുട്ട പൊരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചട്ടി നല്ല മയങ്ങി വരും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പുതിയൊരു മെത്തേഡ് ഓഫ് മയക്കൽ നമുക്കിന്നിവിടെ പരിചയപ്പെടാം. എന്തെന്ന് വെച്ചാൽ ഈ 2 ചട്ടിയെ നമ്മളൊരു പുതിയ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 ചട്ടി എന്ന് പറഞ്ഞാൽ വെട്ടിക്കോട്ട് ആയില്യം പ്രമാണിച്ച് 2 ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഈ ആയില്യത്തിന് പോയതായിരുന്നു. ഉത്സവപ്പറമ്പിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിലെ പർച്ചേസിലാണ് ഞാൻ ഈ 2 ചട്ടി വാങ്ങിയത്. അപ്പം എന്തായാലും ഈ 2 ചട്ടിയും നല്ല അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കോ, സൈസൊക്കെ കണ്ടോ. അമ്മയുടെ സെലക്ഷൻ, അമ്മയാണ് വാങ്ങിയത്. അമ്മയ്ക്കാണല്ലോ ചട്ടിയുടെ അടുത്തൊക്കെയുള്ള ഒരു ഇഷ്ടം. ദേ കണ്ടോ, കുഞ്ഞി ചട്ടി. അപ്പം ആദ്യമേ നമുക്ക് വേണ്ടത് കുറച്ച് ചിരട്ടകൾ ഇതേ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണങ്ങിയ ചിരട്ടയായിരിക്കണം കേട്ടോ, പച്ച ചിരട്ട ഇട്ടാൽ കാര്യമില്ല. അപ്പം കുറച്ച് ഉണങ്ങിയ ചിരട്ട എടുത്ത് വെച്ചു. പുറത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, വീട്ടിൻ്റെ അകത്തിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അകത്തിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയേ അല്ല, പുറത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ചട്ടിയെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് വീട്ടിൻ്റെ അകത്തുനിന്ന്. എന്നിട്ട് നമ്മൾ അയ്യത്തിട്ട് ചെയ്യുവാണേ. എന്നിട്ട് കുറച്ച് ചിരട്ട വന്നിട്ട് നമ്മൾ തീയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ചിരട്ട നമുക്കൊന്ന് കത്തിക്കിട്ടാൻ വേണ്ടിയാണ് അടുപ്പി വെച്ചിരിക്കുന്നത്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു തീപ്പെട്ടി കൊള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കത്തിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചകിരി വെച്ച് കത്തിക്കാം. ഇപ്പം ഞങ്ങളിങ്ങനെയും കത്തിച്ചു എന്നുള്ളൂ. ഈ ചകിരിയിൽ തീ വെച്ചിട്ട് ചിരട്ട വെച്ച് കൊടുത്താലും മതി. കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് തീയിലാക്കിയിട്ട് ഇവിടെ ചട്ടിക്കകത്തും കുറച്ച് ചകിരി ഫില്ല് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം എന്ത് ചെയ്യുക, കത്തിയ ചിരട്ട കൊണ്ടുവന്ന് വയ്ക്കുകയാണേ. ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ടെക്നിക്ക് യൂസ് ചെയ്യാം. നമ്മളിങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെയും കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നിക്കൊന്നും കണ്ടുപിടിക്കുന്നില്ല, നമ്മൾ ചെയ്യുന്ന കണക്ക് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇനി നമ്മൾ ഈ ഒരു ചട്ടിക്കകത്ത് നമ്മളൊരു താജ്മഹൽ പണിയുക. ദാറ്റ് മീൻസ് ഒരു ഗോപുരം ഉണ്ടാക്കി വയ്ക്കുക. കണ്ടോ, പറ്റുന്ന കണക്കൊരു ഗോപുരം ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ മറ്റേ ചട്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇത്തിരി തീ ഇങ്ങനെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മറ്റേ ആൾക്കുള്ള ചിരട്ട വരുന്നുണ്ട്. അവിടെ നമ്മളിത് വച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഗോപുരം പണിയുക. ഓക്കെ, ഇതിനകത്ത് ഇത്തിരി കൂടുതൽ ചകിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ ചട്ടിക്കകത്ത് ഇത്തിരി തീയാവും കേട്ടോ. പക്ഷേ മറ്റൊരിത്തിരി ചകിരിയും കൂടെ കുറവായിരുന്നു. അങ്ങനെ എന്തായാലും അടുക്കി പറക്കി ഇതിനകത്ത് നമ്മൾ ചിരട്ട വെച്ച് കൊടുക്കുവാണ്. നന്നായിട്ടിത് കത്തി പിടിച്ചിട്ടേ കാര്യമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിരട്ടകൾ വെച്ച് കൊടുക്കുന്നത്. ഒരു ചട്ടിക്ക് ഒരു 10-12 ചിരട്ട എന്ന കണക്കാണേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തീ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ വച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് നോക്കിക്കോളൂ, നല്ല രീതിയിൽ തീ പിടിച്ച് വരുന്നുണ്ട്. ആ പുകയുടെ അടുത്തൊന്നും നിൽക്കരുത്. അത് മാത്രമല്ല ചട്ടിയിൽ ചെന്ന് പിടിക്കുകയും ചെയ്യരുത്. നല്ല ചൂടാണ്, കൈക്ക് പണി കിട്ടും. മറ്റേതിൽ ചകിരി കുറവായതുകൊണ്ട് തന്നെ തീയും കുറച്ച് ശോകമായിരുന്നു. പിന്നെ അതൊക്കെ പയ്യെ റെഡിയാക്കും കേട്ടോ. പിച്ചാത്തി അബദ്ധത്തിൽ വെച്ചത് അങ്ങനെ വെച്ചുകൂടാ. പിച്ചാത്തിൻ്റെ മൂർച്ച പോകും നമ്മൾ തീയിൽ വെച്ച് കൊടുത്താൽ. പെട്ടെന്ന് കയ്യിലൊന്നും കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. ആരും അത് അനുകരിക്കരുത്. വീഡിയോയിൽ പിന്നെ തെറ്റ് പറയുന്നതൊന്നും ആരും പറയരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് കണ്ടോ, ആളി കത്തുന്നുണ്ടോ, ചട്ടി പൊട്ടിത്തെറിക്കുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അടിപൊളിയായിട്ട് റെഡിയായിട്ട് വരും. നോക്കിക്കോ, കണ്ടോ, എല്ലാം ചാരമായി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയൊക്കെ മിരട്ടി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കണമെങ്കിൽ വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴുകി കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ.
അപ്പോൾ ദേ ആ ബ്രൗൺ പാർട്ടൊന്നും ഒന്നും നോക്കണ്ട, ഫുള്ള് തീ പിടിച്ച് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുണ്ട് ഈ ചട്ടി. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ചട്ടി സ്ട്രോങ് ആവുമെന്ന് പറയും. നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് നല്ല എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചട്ടിയെ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ ടാറ്റാ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.